ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള മുന്നേറ്റമായി BSNLന്റെ സ്വദേശി 4G. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച 4G നെറ്റ്വർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച 4G ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യ സ്വദേശി 4G ശൃംഖലയാണിത്. ഇതോടെ റെക്കോർഡ് വേഗത്തിൽ ഈ നാഴികക്കല്ല് കൈവരിക്കുന്ന ലോകത്തെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. സ്വീഡൻ, ദക്ഷിണ കൊറിയ, ചൈന, ഫിൻലാൻഡ് എന്നീ 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി 4G സാങ്കേതികവിദ്യ ഉള്ളത്. രാജ്യത്തിന്റെ ടെലികോം അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തി ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. BSNLന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ തദ്ദേശീയ 4G നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ നിർവഹിച്ചു. ഭാവിയിൽ ഇന്ത്യ ടെലികോം സാങ്കേതികവിദ്യയുടെ ആഗോള കേന്ദ്രമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 4G സാങ്കേതികവിദ്യയുടെ വിപുലീകരണം രാജ്യവ്യാപകമായി 20 ദശലക്ഷത്തിലധികം ആളുകൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BSNL ने अपने ही देश में पूरी तरह स्वदेशी 4G टेक्नोलॉजी विकसित कर ली है. अपनी मेहनत, अपनी लगन, अपनी कुशलता से BSNL ने नया इतिहास रच दिया है. और मैं इस काम में जुड़े हुए देश के नौजवानों को, उनकी टैलेंट को और भारत को आत्मनिर्भर बनाने के लिए उन्होंने जो बड़ा काम किया है, मैं उन सभी नौजवानों को बहुत बहुत बधाई देता हूं. പൂർണ്ണമായും തദ്ദേശീയ 4G സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ തിരഞ്ഞെടുത്ത 5 രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെയുള്ള എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം കൈവരിക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഡാറ്റ കൺസൾട്ടൻസി സർവീസസ്, തേജസ് നെറ്റ്വർക്കുകൾ എന്നിവയുമായി സഹകരിച്ചാണ് BSNL ഈ ചരിത്ര നാഴികക്കല്ല് പിന്നിട്ടത്. തേജസ് നെറ്റ്വർക്ക് വികസിപ്പിച്ചതും രൂപകൽപ്പന ചെയ്തതും TDS ഏകോപിപ്പിച്ചതുമായ റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ഉൾക്കൊള്ളുന്ന തദ്ദേശീയ 4G സാങ്കേതിക സംവിധാനം ആത്മനിർഭർ ഭാരതം എന്ന കാഴ്ചപ്പാടിന് കീഴിലാണ് BSNL വിന്യസിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. പൂർണ്ണമായും സോഫ്റ്റ്വെയറിനാൽ നിയന്ത്രിതവും ക്ലൗഡ് അധിഷ്ഠിതവും ഭാവിക്ക് അനുയോജ്യമായ രൂപകൽപ്പനയോടുകൂടിയതും പരിധിയില്ലാത്ത 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമായ സംവിധാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. We're also unveiling India's 100% 4G saturation network through Digital Bharat Nidhi, where close to 29 to 30,000 villages have been connected on the 4G saturation mission mode project. Sabka Saath, Sabka Vishwas, Sabka Vikas, and most importantly, Sabka Prayas. ഡിസംബറോടെ 5G സേവനങ്ങൾ രാജ്യത്ത് ലഭ്യമാക്കാനാണ് BSNL പദ്ധതിയിടുന്നത്. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏകദേശം 37,000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച 97,500-ലധികം മൊബൈൽ 4G ടവറുകളാണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. BSNL പുതുതായി സ്ഥാപിച്ച 92,600-ലധികം 4G ടെക്നോളജി സൈറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ വിദൂര അതിർത്തി പ്രദേശങ്ങളിലെയും ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെയും ഏകദേശം 26,700 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന 18,900-ലധികം 4G സൈറ്റുകൾക്ക് ഡിജിറ്റൽ ഭാരത് നിധിയുടെ കീഴിൽ ധനസഹായം നൽകിയിട്ടുണ്ട്. ഇത് 2 ദശലക്ഷത്തിലധികം പുതിയ വരിക്കാർക്ക് സേവനം നൽകുന്നു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ ടവറുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ടെലികോം സൈറ്റുകളുടെ സമൂഹമായി മാറുകയാണ്. മാത്രമല്ല, സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു ചുവടുവയ്പ് കൂടിയാണിത്. കേരളത്തിലെ വിദൂര ഗോത്രവർഗ മേഖലകളിൽ ഉൾപ്പെടെ 4G സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന 4G സമ്പൂർണ്ണതാ പദ്ധതിയിലൂടെ സാധ്യമാകുമെന്ന് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ പറഞ്ഞു. ഒരിക്കലും എത്തിപ്പെട്ടാൻ പറ്റാത്ത ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളായിരുന്നാലും ശരി തന്നെ അവിടെയെല്ലാം BSNLന്റെ സർവീസ് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് 4G ഇല്ലാത്ത സ്ഥലങ്ങൾ എല്ലാം തിരഞ്ഞെടുത്ത് ആ സ്ഥലങ്ങളിലേക്ക് 4G നെറ്റ്വർക്ക് ഡേറ്റ ആക്സസിബിലിറ്റി
വ്യാപിപ്പിക്കുക എന്നുള്ള പ്രൈം മിനിസ്റ്ററുടെ താൽപര്യത്തിന് അനുസരിച്ച് ഡിജിറ്റൽ ഭാരത് നിധിയുടെ ഫണ്ടിങ്ങോടുകൂടെ BSNL ഡിപ്ലോയ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് 4G സാച്ചുറേഷൻ പ്രോജക്റ്റ്. 318 ടവറുകളാണ് കേരളത്തിൽ പുതുതായി കമ്മീഷൻ ചെയ്തത്. നിലവിൽ BSNLന് കേരളത്തിൽ 7200 ടവറുകളാണുള്ളത്. സംസ്ഥാനത്ത് 1 കോടിയിലധികം ഉപഭോക്താക്കൾ BSNL സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായി BSNLന്റെ വരുമാനത്തിന്റെ 10% BSNL കേരള സർക്കിളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് ആർ സജികുമാർ പറഞ്ഞു. കേരള സർക്കിളിൽ നിന്ന് 1 കോടിയിലധികം കസ്റ്റമേഴ്സ് BSNLിലുണ്ട്. 7 ലക്ഷത്തിലധികം FTTH കസ്റ്റമേഴ്സ്, 85.56 മൊബൈൽ പ്രീപെയ്ഡ് കസ്റ്റമേഴ്സ്, പിന്നെ മറ്റ് സർവീസ് ആയിട്ടുള്ള ലാൻഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, ലീസ് സർക്യൂട്ട്, മൊബൈൽ പ്രീപെയ്ഡ്, ഇങ്ങനെ പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിട്ട് 1 കോടിയിലധികം കസ്റ്റമേഴ്സ് ഇന്ന് BSNLന്റെ കേരള സർക്കിളിന് ഉണ്ട്. BSNLന്റെ മൊത്തം വരുമാനമോ അല്ലെങ്കിൽ കസ്റ്റമർ ബേസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം 10% ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണ്. ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ BSNLനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് BSNLിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് BSNL നിന്ന് ഈ രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി BSNL കേവലം 1 രൂപയ്ക്ക് അവതരിപ്പിച്ച ഫ്രീഡം പ്ലാനിലൂടെ 1.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ പുതുതായി വരിക്കാരായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷം കേരള സർക്കിൾ 2500 കോടി രൂപ വരുമാനം ലക്ഷ്യമിടുന്നതായി ആർ സജികുമാർ വ്യക്തമാക്കി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ മികച്ച സേവനമാണ് BSNL നൽകുന്നത്. 4 വർഷത്തിലേറെയായി 4G സേവനം ഉപയോഗിക്കാവുന്ന സിം കാർഡുകളാണ് BSNL നൽകി വരുന്നത്. അതിനു മുൻപുള്ള പഴയ സിം ഉപയോഗിക്കുന്നവർ മാത്രമേ 4G സേവനം ലഭിക്കുന്നതിനായി സിം മാറേണ്ടതുള്ളൂ. OTT ചാനൽ പാക്കേജായ IFTV, വൈഫൈ റോമിംഗ്, ഇ സിം കാർഡ് തുടങ്ങി നിരവധി പുതിയ സേവനങ്ങളും BSNL നൽകുന്നു.